ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണുന്ന ടാപ്പിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തോട്ട് എങ്ങനെയാണ് മാറ്റി അത് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന വീഡിയോയാണ്. എല്ലാവർക്കും ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടാപ്പ് ആ ഭാഗത്ത് നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് മതിലിനോട് ചേർന്ന് ഒരു 4-5 പൈപ്പ് നിർത്തി അതിൽ കോൺക്രീറ്റ് ചെയ്താണ് ഇനി ടാപ്പ് വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആ ഭാഗത്തുള്ള സ്ക്രൂ എല്ലാം അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് ഈ പൈപ്പ് ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ പൈപ്പിനെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത ശേഷം ഈ മണ്ണിൻ്റെ ഇതിൻ്റെ പുറത്ത് ഇതിന് അടിയിൽ കൂടെയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തോണ്ടിയെടുത്ത് ഇവിടെ 1 ഇഞ്ച് എൽബോ ഉപയോഗിച്ച് ഇങ്ങോട്ട് തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ആ മതിലിൻ്റെ സൈഡിലാണ് പൈപ്പ് വയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ടാപ്പ് വയ്ക്കുന്നതിലേക്കായിട്ട് ഒരു 4-5 പൈപ്പിന്
ഇത്തരത്തിൽ കീറിയതിന് ശേഷം, അതായത് 1 ഇഞ്ച് പൈപ്പ് അതിൻ്റെ ആ ഒരു ഭാഗം വിട്ട് വേണം കീറാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം മണ്ണടിയിലോട്ട് അടിച്ചതാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് കോൺക്രീറ്റ് ചെയ്ത് ആണ് സെറ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാപ്പിന് അനക്കം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നല്ല ബലമായി തന്നെ ഇരിക്കുവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഈ ടാപ്പിൻ്റെ ഈ ഒരു മുകളിൽ ടാപ്പ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത്, ടാപ്പ് ടൈറ്റ് ചെയ്യുന്ന ഭാഗത്ത് റെഡ്യൂസറിന് മാത്രം ഒരു 1.25 ഇഞ്ച് ഹോൾസ് ബെൽറ്റ് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. What?